ആ ടാങ്കിൽ നിന്ന് എഗെയിൻ താഴത്തെ ടാങ്കിലേക്ക് വന്ന് ഇതെല്ലാം ഫിൽറ്ററുകളാണ്. മുകളിൽ ടാങ്ക് ഫിൽറ്ററാണ്, താഴത്തെ ടാങ്ക് ഫിൽറ്ററാണ്. ഈ ടാങ്ക് ശുദ്ധ ചെയ്ത വെള്ളം ഞങ്ങൾ സ്റ്റോർ ചെയ്ത് ഈ സ്റ്റോറിൽ നിന്ന് 2 വലിയ ടാങ്കുകളുണ്ട്. ആ ടാങ്കിൽ നിന്ന് 100 കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു. അവസാനം കുടിവെള്ളമായിട്ട് പ്യൂർ കുടിവെള്ളമായിട്ട് കിട്ടും. ഇത് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസറായ കൃഷ്ണകുമാർ സാർ. സാർ, എന്തൊക്കെയാണ് ഈ നീർത്തട വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്? നീർത്തടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി സാന്ദ്രതയുള്ള ചുരുക്കം ചില പഞ്ചായത്തിലൊരു പഞ്ചായത്താണ് തിരുവില്ലാമല. ഇപ്പോഴും അതിൻ്റെ 600 ഹെക്ടർ പാടത്ത് നെൽകൃഷിയുള്ള ഒരു പ്രദേശമാണ്. നെൽകൃഷി നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഹരിയാലി പദ്ധതികളാണ്. ഹരിയാലി പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 1.5 കോടി രൂപ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ചിലവഴിക്കാനായിട്ടുള്ളതാണ്. ഞങ്ങളതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. അതിൽ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ, കയ്യാലകൾ, മൺകയ്യാലകൾ, ബണ്ട് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുറേയധികം കുളങ്ങൾ ഞങ്ങൾ നേരാക്കി, ഡീസൽട്രേഷൻ ഞങ്ങൾ ചെയ്തു, തോടുകൾ ഞങ്ങൾ നേരാക്കി. അത് ഹരിയാലിയുടെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുളങ്ങളുടെ നേരാക്കലും അതുപോലെ തന്നെ തോടുകളുടെ നേരാക്കലിനൊക്കെ പുറമെ പിന്നെ ഉദ്യാനവിളകളുടെ സംരക്ഷണം, ഉദ്യാനവിളകളുടെ പ്രോത്സാഹനം, വൃക്ഷവൽക്കരണം, വനവൽക്കരണം, പിന്നെ പലവർഗ തൈകളുടെ വിതരണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹരിയാലി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡികളുടെ പദ്ധതി. പിന്നെ അടുത്തത് നമ്മുടെ NREGS ആണ്, തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാനായി. മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് 4 നീർത്തടങ്ങളാണുള്ളത്. അപ്പോൾ 4 നീർത്തടങ്ങളിലും കൂടി ഞങ്ങൾ കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വരികയാണ്. അത് ഈ നേരത്തെ സൂചിപ്പിച്ച മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ പുഴകളെയും കുളങ്ങളെയും മഴവെള്ളത്തെയും പ്രയോജനപ്പെടുത്തി പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ ഒരു നല്ല വികസന മാതൃക സൃഷ്ടിക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനും ഈ പഞ്ചായത്തിന് കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്തിന്റെ വികസന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ജഡ്ജസിലേക്ക് പോകാം. കണ്ണമാഷ്, നിങ്ങൾ NREG ഉപയോഗിച്ച് ഇപ്പോൾ NREGയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഈ റിപ്പോർട്ട് ചെയ്ത വർഷം 2008-09 ഏകദേശം 15,000-ഓളം തൊഴിൽ ദിനങ്ങളാണ്. 16,000-ഓളം തൊഴിൽ ദിനങ്ങളാണ്. അതിപ്പോൾ ഏകദേശം 22 ദിവസം വരും ആവറേജ്. അപ്പോൾ അതിൽ നിന്നും വളരെ കൂടി എന്നാണ് പറയുന്നത്. ഈ വർഷം എത്രത്തോളം അങ്ങ് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്? 70 തൊഴിൽ ദിനമുണ്ട്. 100 ദിവസം തികഞ്ഞവർ 120-ഓളമായി. 70 തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ നീർത്തട വികസനത്തിനായിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്, അതോ റോഡിനും? ഇല്ലല്ല, കുറച്ച് റോഡിനുള്ളൂ. ബാക്കിയെല്ലാം കുളങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ തോടുകളൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പഞ്ചായത്തിൽ പുതിയ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, 1-2 നിർമ്മിച്ചിട്ടുണ്ട്. അത് കണ്ടു. ഈ പഞ്ചായത്തിലാകെ എത്ര കുളങ്ങളുണ്ട് എന്നതിൻ്റെ വല്ല കണക്കും? നമ്മളിപ്പോൾ നേരാക്കിയത് 19 കുളമാണ്. പിന്നെ കുറെ കുളങ്ങളുള്ളത് ഈ ഓണർഷിപ്പ് പ്രശ്നമുള്ളതുണ്ട്. പൊതുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 19 പൊതുകുളങ്ങളാണ്. അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കി കെട്ടി സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തില് ഇപ്പോ എന്താണ്, സ്വയം പര്യാപ്തമാണ് എന്നാണോ പ്രസിഡന്റ് പറയുന്നത്? അപ്പൊ ഇത് ട്രീറ്റ് ചെയ്ത വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് എല്ലാ വീടുകൾക്കും? അതെ അതെ. ഇപ്പൊ തിരുവല്ലാമല പിന്നെ ആ ഭാഗത്തൊക്കെ പട്ടികജാതി വർഗ്ഗക്കാർ കുറച്ച് കൂടുതൽ കാണുന്നതാണ്. 1900 കുടുംബങ്ങളുണ്ട്. 1900 കുടുംബങ്ങളുണ്ട്. ഏറ്റവും 30% അത് ഇതിൽ എഴുതിയതിൽ എന്തോ തെറ്റുണ്ട്. ഇതില് SC ST എന്നുള്ളതിൽ 1000 ആൾക്കാരെ ഉള്ളൂ എന്ന് എഴുതിയിരിക്കും. അപ്പൊ 1900 കുടുംബങ്ങൾ 2-5-10,000 എന്ന് പറഞ്ഞാൽ 30% ആൾക്കാരുണ്ട്. അതിലൊരു കാര്യം സാർ, അവർക്ക് എല്ലാവർക്കും വീടും വെള്ളവും വെളിച്ചവും കൊടുത്തു. എല്ലാം. പക്ഷെ എങ്കിലും അവരിപ്പോഴും സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്നു എന്നൊരു തോന്നല്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു പട്ടികജാതി ഗ്രാമ സംസ്കാര പദ്ധതി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ പട്ടികജാതി സങ്കേതങ്ങളിലൊക്കെ തന്നെ സായാഹ്ന പഠന കേന്ദ്രമുണ്ട്. അവിടെ ഈ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ സൗജന്യമായി ട്യൂഷൻ കൊടുക്കും. അത് പഞ്ചായത്ത് പണം കൊടുത്തിട്ടല്ല, അവിടുത്തെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളോട് 1 മണിക്കൂർ സൗജന്യമായി സേവനം. റിട്ടയേർഡ് അധ്യാപകരായ ആളുകൾ, എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയർ സ്റ്റുഡൻസ്, ഇവരെ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നു. പകല് സ്ത്രീകൾക്ക് കുട്ടികൾക്കുള്ള പരിപാടികൾ പ്രത്യേകിച്ച് ചെയ്യുന്നു അവിടെ. കാരണം ഈ പൊതുവിഭാഗവും പട്ടികജാതിക്കാരും തമ്മിലുള്ള ആ അകലം ഇല്ലാതാക്കുക എന്നാ. കാരണം അവിടെ ഈ അയ്യർ സംഭാരം അല്ലെങ്കിൽ രമണസ്വാമിയുടെ പായസം എന്നത് മാറി അവിടുത്തെ ഒരു കോളനിയിലത്തെ ചിഹ്ന വെച്ച പായസത്തിനും അതേ രുചിയും അംഗീകാരവും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്. മറ്റേതിപ്പോ സൗകര്യമുണ്ട്, വീടൊക്കെ 2-3 പ്രാവശ്യം വീടുകൾ എന്ന രൂപത്തിലേക്ക് പോകുകയാണ്. എത്ര ഇവർക്ക് സഹായം കൊടുത്താലും അത് ഈ വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അവരെ സാമൂഹികവും സാംസ്കാരികവുമായി ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ പിറകില. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകം ഒരു പദ്ധതി ആരംഭിച്ചതും എല്ലാ ഭാഗത്തും എല്ലാം നമ്മുടെ പ്രകൃതിയെ സംബന്ധിച്ചും വെള്ളത്തെയും എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് അവർക്കും
കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേകം ഓരോ ദിവസവും ടൈം ടേബിൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ അല്ല, അത് നല്ല കാര്യമാണ്. പക്ഷെ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ വിഭാഗക്കാർ കുറച്ച് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളാലും പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് അവരുടെ ജീവിത സുരക്ഷിതത്തിന്, വരുമാന മാർഗത്തിന് സുസ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളാണ് ഇനി ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൊള്ളാം. പക്ഷേ ഏറ്റവും കൂടുതൽ അവർക്ക് പ്രയോജനകരമാവുന്നത് തൊഴിൽ പരിശീലനം ആയിരിക്കും. പ്രത്യേകിച്ച് ഈ പുതിയ കൃഷിയിൽ തന്നെ നിങ്ങൾ പുതിയ മെഷീനറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് കെട്ടിട നിർമ്മാണത്തിൽ പുതിയ രീതികൾ വരുന്നുണ്ട്. അതുമാതിരി തന്നെ അവിടെയുള്ള മറ്റ് ചെറുകിട വ്യവസായങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ്, സ്കിൽ ട്രെയിനിങ് എന്നുള്ള ഒരു ആശയത്തിൽ കൂടെ പരിശീലനത്തിന് വല്ല സംവിധാനവും ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതോ ഇപ്പം നിലവിൽ തുന്നൽ പരിശീലനം കൊടുക്കുകയും 2 യൂണിറ്റ് ഉണ്ട്. ഈ വർഷം ഒരു പുതിയ യൂണിറ്റ് കൂടിയുണ്ട്. അങ്ങനെ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് കഴിയാവുന്ന. ഇനി സ്കിൽഡ് ആയിട്ടുള്ള മറ്റു കുറച്ചുകൂടി കൊടുക്കാനുണ്ട്, അവിടേക്ക് പോയിട്ടില്ല. കൊടുക്കാനുണ്ട്. ഓക്കെ. തിരുവല്ലാമല, ഐവർമഠം, മയിൽ സങ്കേതം, പുനർജനി ഗുഹ എല്ലാം കൂടി ചേർന്ന ഒരുപാട് ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രദേശമാണല്ലോ ഈ പഞ്ചായത്തിൻ്റെ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ വെല്ലുവിളിയോ എന്തെങ്കിലും പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? ഇത് ഇപ്പോൾ ഈ ഐവർമഠം അങ്ങനെ വരാൻ വേണ്ടി പോവുകയാണ്. കാരണം അവിടെ ഒരു ദിവസം 60 മുതൽ 80 വരെ ബോഡി സംസ്കരിക്കുന്നുണ്ട്. അതൊരു വിശ്വാസം, അവിടെ ഈ പിതൃതർപ്പണവും മറ്റു കാര്യങ്ങൾക്കാണ് വിശ്വാസമുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് സംസ്കരിക്കാൻ സൗകര്യമാണ് എന്ന രൂപത്തിൽ നമ്മുടെ കേരളത്തും അതുവഴി മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള മലയാളികൾ വരെ ഇപ്പോൾ ബോഡി അവിടേക്ക് വരുന്നത് ഒരു പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനത് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അത് പതുക്കെ ചുരുക്കി കൊണ്ടുവരണം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണെങ്കിൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലും പൊതുശ്മശാനം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശ്വാസമായതുകൊണ്ട് ഒറ്റയടിക്ക് ആ പഞ്ചായത്തിലെ മാത്രം മതി എന്ന് പറയാൻ ഇപ്പോൾ കഴിയാത്തൊരവസ്ഥയും ഉണ്ട്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഒന്ന് മാറ്റണം. പക്ഷേ ഈ ദർപ്പണം കാര്യങ്ങളൊക്കെ, കർമ്മക്രിയൊക്കെ കൂടുതൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്ന സ്ഥിതിയുണ്ട്. അതൊക്കെ വേണ്ട സൗകര്യങ്ങളുണ്ട്. പഞ്ചായത്തിന് പ്രത്യേകിച്ച് പുഴയെ പറ്റി ഒരു ആകുലത ഉണ്ടാവേണ്ടതാണ്, ഒരു ശ്രദ്ധയും ഉണ്ടാവേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പഞ്ചായത്തിന്റെ പദ്ധതികളിൽ? നമ്മുടെ ഗായത്രി പുഴയിലും ഭാരതപ്പുഴയിലും 2 ചെക്ക് ഡാമുകളുണ്ട്. പക്ഷേ ചെക്ക് ഡാമിന് ശേഷമുള്ള ഭാഗം ഈ പറഞ്ഞ വെള്ളം സംരക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. ചെക്ക് ഡാമിൽ വെള്ളമുണ്ട്, താഴത്ത് ഐവർമഠം പ്രദേശത്തൊക്കെ അതിന് പുഴയെ സംരക്ഷിക്കാനുള്ള ഇതുകൂടി നമ്മുടെ ഒറ്റപ്പാലവും ചേർന്നുകൊണ്ടുള്ള ഇപ്പോൾ തൊട്ടടുത്ത ദിവസം വിനോവിശ്വം മിനിസ്റ്ററൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ വാരുന്നതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ ഇത്, അല്ലേ? അതിന് നിയന്ത്രണത്തിനുള്ള നടപടികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അത് നിയന്ത്രിക്കുന്നത്? അതായത് മണൽ വാരൽ നിയമം അനുസരിച്ചുകൊണ്ട് പുഴ തടത്തിൽ നിന്നും 100 മീറ്റർ വിട്ട് മാത്രമാണ് ലോറി നിർത്തുന്നത്. തില്ലാല പഞ്ചായത്തിലെ ഒരു കടവിലും പുഴയിലേക്ക്, ബാക്കി സമീപത്തൊക്കെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടാണ് മണലെടുക്കുന്നത്. പക്ഷേ തിരുവില്ലാമലയ്ക്കകത്ത് ഒരു കടവിലും പുഴയിലേക്ക് ലോറി ഇറങ്ങില്ല. ഇത് കയറ്റുന്ന തൊഴിലാളികൾ ചാക്കിൽ കൊണ്ടുവന്ന് ചെയ്യണം. മറ്റു പഞ്ചായത്തിലൊക്കെ 70ഉം 90ഉം ലോഡ് കൊടുക്കുമ്പോൾ തിരുവില്ലാമലയിൽ ഇപ്പോഴും 22 ലോഡ് മണൽ മാത്രമാണ് എടുക്കുന്നത്. കാരണം അതൊന്ന് വേണമെങ്കിൽ കൂടുതൽ കിട്ടുമാണ്, എത്രയും ആവശ്യതയുണ്ട്. പക്ഷേ ആ 20ൽ കൂടുതൽ നമ്മൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എടുക്കുന്ന മണൽ തന്നെ പുഴയിലേക്കൊന്നും വാഹനം ഇറങ്ങാതെയാണ് എടുക്കുന്നത്. ഇപ്പോൾ 20 ലോഡ് മണൽ മാത്രമാണ്. അതെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ആളുകളോട് കൂടി, അവർക്ക് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നൊരു പ്രദേശം കൂടിയാണ്, അവരുടെ കൂടി സമ്മതത്തോടു കൂടി മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഐവർമഠത്തിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതൊരു പരിസ്ഥിതി പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്, എന്നല്ല ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ക്രെമറ്റോറിയം ഒരുപക്ഷെ വിശ്വാസികൾക്ക് സ്വീകാര്യമായെന്ന് വരില്ല. പക്ഷേ വിറക് തന്നെ കൂടുതൽ ദക്ഷതയോടുകൂടി കത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം, അതിനെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു ഗ്യാസിഫയർ 20 ലക്ഷം രൂപ അവരതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പി ഉണ്ണികൃഷ്ണൻ സാർ അതിനു വേണ്ടി ഞങ്ങൾ ചർച്ചയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ തുടർ നടപടി ഒന്നും ആയിട്ടില്ല. ഈ ഇലക്ട്രിക് ക്രെമറ്റോറി ആണെങ്കിൽ ഒരു യൂണിറ്റിന് ഏകദേശം 70 lakh rupees ചിലവ് വരുന്നുണ്ട്. ഗവൺമെൻറ്റിലേക്ക് 2 വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വിശ്വാസത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ വനസമ്പത്ത് വലിയ രൂപത്തിൽ നഷ്ടപ്പെടുക. ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ ബോഡിക്കും ഇത്രയും ടൺ വിറക് വെച്ച് ഒരു ദിവസം ആകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് സംഭരിക്കുന്ന അവർ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് എന്നൊരു പൊതു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു, ഒരു മിനിറ്റ് അർവിജി, എനിക്ക് തോന്നുന്നത് ഈ വരുന്ന തിരക്ക് കൂടുന്നത് കൊണ്ടേ നിങ്ങൾ അതിന് അനുസരിച്ച് ഒരു ഫീസ് വയ്ക്കുകയാണെങ്കിൽ ഇത് ഭാവിയിൽ ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിന് വേണ്ടിയിട്ടുള്ള ഫീസാണ്
എന്ന് പറഞ്ഞ് ഒരു ഡെവലപ്മെൻറ്റ് ഫീസ് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം മനസ്സിലാവും. കുറച്ച്